എൻ്റെ പൊന്നു സാറേ, ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. ജോലി പോയാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നാ പ്രസാദം. വേണ്ട 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 വേണ്ട, താൻ തന്നെ വെച്ചോ. എടോ, നമുക്കേ ആ ഫാദറിനൊന്നും കണ്ടല്ലോ. പോവാം സാറേ, നമുക്ക് പോവാം. എന്തായാലും താൻ കൊണ്ടുവന്നല്ലേ, ഒരെണ്ണം ഇടുന്നേക്ക്. ആ ചെറുതൊരെണ്ണം. എനിക്കറിയായിരുന്നു സാറിന് ആവശ്യം വരുന്നു. അല്ല, അതുകൊണ്ടല്ല, താടെ വെറുതെ വെച്ചേക്ക്. കൈ തരണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. പൊക്ക പൊക്ക പൊക്ക. ശരി. ഭഗവാനേ, എൻ്റെ ഒരു കാര്യം. നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കൂ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവരെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടും പോകരുത്. ശരി ഫാദർ. എനിക്കങ്ങോട്ട് വരാനുള്ള സമയമായി. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. ശരി ഫാദർ. ചെല്ല്. സാറ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് സംതിങ് ലൈക്ക് എ റിവെഞ്ച്. ആ പെൺകുട്ടിയുടെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദി ഒരിക്കലും ഒരു സീരിയൽ കില്ലർ ആവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിന്റെ തുടർ സംഭവങ്ങൾ ഇനിയും ഉണ്ടായേനെ. സംതിങ് ലൈക്ക് സെയിം ആസ് ദ പ്രീവിയസ്. ഐ തിങ്ക് ഹീസ് എ സൈക്കോപാത്ത്. ഒന്നല്ലെങ്കിൽ അവരെ കൂടുതൽ അടുത്തറിയാവുന്നവർ, അല്ലെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിച്ചിരുന്നവർ. ഡോക്ടർ പറഞ്ഞു വരുന്നത് ചില കേസസ് അങ്ങനെയാണ് സാർ. ഇപ്പോൾ സാറിനൊരു സാധനം ഇഷ്ടമാണെന്ന് വിചാരിക്കും, അത് സാറിന് തന്നെ കിട്ടുമെന്നും വിചാരിക്കും. പെട്ടെന്ന് ഒരു ദിവസം അത് കിട്ടിയില്ലെങ്കിൽ അത് ആർക്കും കിട്ടരുതെന്ന തോന്നൽ ഓട്ടോമാറ്റിക്കലി സാറിന്റെ മൈൻഡിൽ ക്രിയേറ്റ് ആവും. കിട്ടാതിരിക്കാൻ സാർ മാക്സിമം ട്രൈയും ചെയ്യും. പിന്നീട് അതൊരു വിഭ്രാന്തിയിലേക്ക് പോകും. ഡോക്ടർ, ഇപ്പം എനിക്കൊരു ഡൗട്ട്. എന്താ? ആ കേസ് ഇതുവരെയും തെളിയാത്ത സ്ഥിതിക്ക് അത് ഇയാൾക്കൊരു ഹരമായി തീർന്ന് പിന്നീടും ഒരു ക്രൈം ചെയ്യാൻ തോന്നിയാലോ? യു ആർ കറക്റ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ ദിസ് കേസ് ബിക്കോസ് ഇറ്റ്സ് എ ക്ലിയർ കട്ട് റിവെഞ്ച്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ക്രൈം ചെയ്ത ആൾക്ക് അതിലെന്തായാലും കുറ്റബോധം ഉണ്ടാവും. പ്രത്യേകിച്ച് അയാൾ ഇപ്പോഴും ലോകത്തിന് മുന്നിൽ ഒരു കുറ്റവാളി അല്ലാത്ത പക്ഷം. ഒരുപക്ഷെ അയാൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും കീഴടങ്ങില്ല. അതെന്താണ്? അയാൾക്ക് തോന്നിയ വിഭ്രാന്തി മൂലം അയാൾ കൊന്നിട്ടുണ്ടെങ്കിൽ അത് അയാളെ ജീവന് തുല്യം സ്നേഹിച്ച ഒരാളായിരിക്കും. അതിനുശേഷം ചിലപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അയാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരുറപ്പും പറയാൻ പറ്റില്ല. ഇനി അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ആരുടെ മുന്നിൽ കീഴടങ്ങില്ല. പിടിക്കപ്പെടുമെന്ന തോന്നൽ വന്നാൽ സ്വയം ഇല്ലാതാകാനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത്. ചിലപ്പോൾ അയാൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നുണ്ടാവും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്താ സാർ, ഈ കേസ് കുത്തിപ്പോക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇല്ലടോ, അങ്ങനെയൊന്നുമില്ല. ചുമ്മാ എന്തോ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ വേണ്ട സാർ. സാറിന് അയാളെ ജീവനോടെ കിട്ടാൻ സാധ്യതയില്ല. ശരി. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ രണ്ടുപേർക്കും. എന്താ വിനീതേ, ഇന്നലത്തെ പോലെ എന്തെങ്കിലും ആയിട്ടാണോ വന്നിരിക്കുന്നത്? ഒന്നുമില്ല. നീ ഓരോന്നോർവിനെ പേടിപ്പിക്കില്ലേ. നീ ചായ എടുത്തേ. മോളെന്തേ? അവളോട് കളിച്ചോണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടേ മോള്? നല്ല കളറല്ലേ? നല്ല കളറാ. കൊള്ളാല്ലേ? സൂപ്പർ ബോളാ. ആണോ? മോളൊന്ന് പിടിച്ചേ, അച്ഛൻ പോരാ കേട്ടോ.
ഞാൻ പറഞ്ഞത് എവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്റെ പൊന്ന് സാറേ, ഞാൻ പോവാണ്. ഞാൻ സ്റ്റേഷനിൽ വെച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഈ പരിപാടിക്ക് എന്നെ വിളിക്കരുതെന്ന്. എനിക്കെന്നെ ജോലി പോയാലും ഇനി പ്രശ്നമില്ല. മറ്റൊടുത്ത ഇടപാടുമായിട്ട്. വിനീതേ, എങ്ങോട്ടാ? ചായ കുടിക്കുന്നില്ലേ? എന്താ വിനീത കയ്യില്? ചോദിച്ചത് കേട്ടില്ലേ? ഓ, ശിവയുടെ കയ്യിലുണ്ടോ? എന്തിനാ ആവശ്യമില്ല സ്ഥലം കെട്ടിച്ചോണ്ടിരുന്ന ശിവ? അനിത, 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 എടോ അച്ഛ, എന്റെ അരിമോള്. In the name of Father, and in the name of Son, and in the name of Holy Spirit. Amen. In the name of Father, and in the name of Son, and in the name of Holy Spirit, please save the child from demon powers. Amen. ശിവൻ ഒരു കാര്യം ചെയ്യും. കുഞ്ഞിനെ വിനീതിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്നോടൊപ്പം വരും. വിനീത്, മോള് നോക്കണേ. മരണാനന്തരം ദൈവസന്നിധിയിലിരിക്കേണ്ട നീ എന്തിനാണ് ഈ ശരീരത്തിൽ നിലകൊള്ളുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ തിരുവചനത്താൽ നിന്നെ ദൈവസന്നിധിയിലെത്താൻ ഞാൻ സഹായിക്കാം. മറ്റൊരാളുടെ ശരീരത്തിൽ ഇരിക്കാൻ നിനക്കൊരു അവകാശവുമില്ല. നീ ഇപ്പോ തന്നെ ഈ ശരീരം ഒഴിഞ്ഞു പോണം. അതാണ് ദൈവഹിതം. ഫാദർ ഗ്ലോറിയാസ്, എങ്ങനെയാണ് ഞാൻ പോയേണ്ടത്? ഒരു കാരണവുമില്ലാതെ എന്നെയും എൻ്റെ മോളെയും ഇല്ലാതാക്കിയവൻ ആരാണെന്ന് പോലും കാണാതെ, അതെന്തിനാണെന്ന് അറിയാതെ ഞാൻ അവിടുന്ന് പോയാൽ എനിക്ക് ഏത് ദൈവസന്നിധിയിൽ ഇടം കിട്ടുന്നാണ് അച്ഛൻ പറയുന്നത്? ഏ ഏ
പക്ഷേ നിനക്ക് പകരം വീട്ടാനുള്ളതല്ല അനിതയുടെ ശരീരം. അവളും നിന്നെപ്പോലെ ഒരു അമ്മയാണ്. അവർക്കിടയിൽ ഒരു തടസ്സമാകാൻ നിനക്കൊരു അവകാശവുമില്ല. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം. നീ ഈ ശരീരം വിട്ട് ദൈവസന്നിധിയിൽ എത്തുന്നതിന് മുന്നേ നിന്റെ മരണത്തിന് ഉത്തരവാദിയായവരെ കർത്താവ് നിനക്ക് കാണിച്ചു തരും. ദൈവഹിതമനുസരിച്ച് ഇപ്പൊ നീ ഈ ശരീരം വിട്ട് പോണം. ഇല്ല ഇല്ല. In the name of Father, in the name of Son, and in the name of Holy Spirit. I command you, in the name of Lord Jesus Christ, blood and resurrection, I say the spirit of darkness. Jesus. Glory to be Father, glory to the Son, and glory to the Holy Spirit. ശിവൻ ഇവിടെ തന്നെ ഉണ്ടാകണം. കപ്പേരെ അനിതേ, കപ്പേരെ ഡോർ അടച്ചു വിട്ടിട്ട്. In the name of Jesus, in the name of Son, and the name of Holy Spirit. I command you, in the name of Lord Jesus Christ, by the power of his cross, blood
ആ മോനെ, ഫാദർ. ഈ തയ്യൽ മെഷീന്റെ ഭാഗങ്ങൾ ഇവിടെ വയ്ക്കാൻ പാടില്ല. ആ, ഫാദർ. ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കി കളഞ്ഞേക്ക് കേട്ടോ. അച്ഛോ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാണ്ട്. ഒന്ന് വന്നേ. ദേ വരുന്നേ. ശരി അച്ഛോ. എന്താണ് ഫാദർ? ശിവ, ഇതുകൊണ്ടൊന്നും അവസാനിച്ചു എന്ന് കരുതണ്ട. എല്ലാം താൽക്കാലികം മാത്രം. ഫാദർ പറഞ്ഞു വരുന്നത്? കേവലം ഒരു തയ്യൽ മിഷൻ വഴി തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നത് ആരായാലും അവർ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി അവരുടെ മരണത്തിന് ഉത്തരവാദിയായവരെ കണ്ടെത്തേണ്ട ചുമതല തൻ്റെതാണ്. തീർച്ചയായിട്ടും ഫാദർ. പിന്നെ കപ്പ്യാർ ഒരു സംശയം പറഞ്ഞു. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതൊരു സംശയം മാത്രമായിരിക്കാം. എന്താണ് ഫാദർ? തൻ്റെ സഹപ്രവർത്തകനായ വിനീതിനെ കപ്പ്യാർക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അറിയാം. കപ്പ്യാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ വീടുമായി ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് വിനീത്. ഇത് തനിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. സോ ഫാദർ ഉദ്ദേശിക്കുന്നത്? മനസ്സിൽ തെളിയുന്ന മിഥ്യകളും സംശയങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കപ്പ്യാരുടെ സംശയം താനുമായി ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. സമയം കിട്ടുമ്പോൾ പള്ളിയിലേക്കൊക്കെ ഒന്ന് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. എടാ വിനീതേ, ആ. വിനീതിന് ഞാൻ താമസിക്കുന്ന വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അതെന്താ സാർ ഇപ്പം അങ്ങനെ ചോദിച്ചേ? സാറാ കള്ളന്മാർ പറഞ്ഞിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ അവരോടെ കണ്ടിട്ടുണ്ട് സാറേ. ഈ ഇടിക്കാരൊക്കെ ഇടുന്ന ഗ്ലൗസ് ഇല്ലേ, അത് അയാൾ ഇട്ടുണ്ടേ, ഞാൻ കണ്ടാ സാറേ.